ഹായ്, ഇന്ന് വന്നേക്കുന്നത് മാന്തള മുളകിട്ട റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറുള്ളി ചതച്ചതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള അരിഞ്ഞത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വഴറ്റാൻ ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ വഴന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മാന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മുടെ മാന്തൾ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്കും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാന്തൾ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.